ഹലോ SSLC കുഞ്ഞുങ്ങളെ, നിങ്ങൾ പുസ്തകമെടുത്ത് വെച്ച് പഠിക്കുകയാണോ? അതോ കളിച്ച് നടക്കുകയാണോ? അതോ മൊബൈലിൽ നോക്കുകയാണോ? കുറച്ച് ദിവസത്തേക്ക് കളിയും ചിരിയും മൊബൈലും ഒക്കെ കുറച്ച് ടൈമൊന്ന് മാറ്റി വെച്ചിട്ട് എടുക്കണ്ടെന്നില്ല. കുറച്ച് ടൈമൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിർണായകമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന SSLC എക്സാം എന്ന കടമ്പയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞതാണ്, നമ്മുടെ ലൈഫിൽ ഫസ്റ്റിലെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അത് നമ്മൾ ലൈഫ് ലോങ് ഓരോ കമ്പനികളിലും ഓരോ ജോലികൾക്കും ഓരോ കോഴ്സിനും എല്ലാം ബേസിക്കായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് നമ്മൾ SSLC സർട്ടിഫിക്കറ്റ്. അതിനകത്ത് 0, 0, 9, 8 അങ്ങനെയൊന്നും വീഴാൻ പാടില്ല ഗൈസ്. പിന്നെ നമ്മൾ തോക്കുന്നത് അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ സന്തോഷമായിട്ട് പ്രാർത്ഥനയോടുകൂടി പുസ്തകമെടുക്കുക, പഠിക്കുക. നോട്ട്സൊക്കെ ചെറുതായിട്ട് ചെറിയ നോട്ട്സുകൾ തയ്യാറാക്കി പഠിച്ച് എഴുതി പഠിച്ച് ഫെബ്രുവരി 16 മോഡൽ എക്സാമാണ്. ഇനിയും ദിവസങ്ങളുണ്ട് പഠിക്കാത്തവർക്ക് പഠിച്ച് തുടങ്ങാൻ. ഇത്രയൊക്കെ ടൈമൊക്കെ മതി. നിങ്ങളെന്തായാലും സ്കൂളിൽ പോയിട്ടുണ്ട് ഒരു വർഷം. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്, ക്വസ്റ്റ്യൻസ്, പോർഷൻസ്, ലെസൺസ് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അധ്യാപകർ. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, അവർക്ക് അവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. അവരുടെയൊക്കെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് എക്സാം എഴുതാൻ പോകാവൂ. അതൊക്കെ പണ്ടേ നടന്നു വരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുക, നല്ല ഫുഡൊക്കെ കഴിക്കണം, നല്ലോണം റെസ്റ്റ് ചെയ്യണം. ഇതൊക്കെ വേണം. പിന്നെ മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ ചെറുതായിട്ട് ഒന്ന് പുറത്തിറങ്ങി ഒന്ന് ഓടിയോ ചാടിയോ കളിക്കുകയോ ഒക്കെ ചെയ്യാം. അതിനൊന്നും ഒരു പേരൻസും വിലക്കത്തില്ല. പിന്നെ നമ്മൾ എഴുതി പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി പഠിക്കണം, എങ്കിലേ സ്പീഡ് കിട്ടത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സാവരുത്. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതണം. നല്ല ബോൾഡായിട്ട് എഴുതി വെക്കണം. വെട്ടും തിരുത്തും വരരുത്. ഒരു വെട്ടേ ഇടാവൂ. അഥവാ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലാതെ കാടൻ്റെ കൂട് വരയ്ക്കുന്ന പോലെ കുത്തി വരച്ച് വെക്കരുത്. അതൊക്കെ നമ്മുടെ ആൻസർ ഷീറ്റിനകത്ത് എക്സാമിനർക്കുള്ള ഒരു ഉണ്ടല്ലോ, അത് അങ്ങ് നഷ്ടപ്പെടുത്തും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാണ് എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മൾ കഴിവതും മിസ്റ്റേക്ക് വരുത്താതെ ശ്രദ്ധാപൂർവം ആൻസർ എഴുതുക. കറക്റ്റ് ടൈമിൽ എല്ലാ പരീക്ഷയിലും കറക്റ്റ് ടൈമിൽ എഴുതി തീർക്കാൻ നോക്കുക. വേവലാതി പിടിച്ച് ഉള്ള തെറ്റൊന്നും എഴുതരുത്. ആദ്യം അറിയാവുന്ന എല്ലാം എഴുതണം. അതിനുശേഷം കുറച്ചും കൂടി ഡൗട്ടുള്ളത് എഴുതണം. അതിനുശേഷം ഒരുപാട് ഡൗട്ടുള്ളത് എഴുതണം. എങ്കിലും അറിയാവുന്ന ഒരു ആൻസറെങ്കിലും എഴുതി വെക്കണം. 1/2 മാർക്കെങ്കിലും എക്സാമിനർ നമുക്ക് തരും എന്ന് ഉറപ്പാണ്. ഒരു ആൻസറും കളയരുത്. ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു 2 മാർക്കുള്ള കളയുമ്പം പിന്നീട് അതിനകത്ത് അത്ര ബാക്കിയുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ മൂല്യനിർണ്ണയം ചെയ്യുക. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എൻ്റെ പ്രാർത്ഥന കാണും. അപ്പോൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാൻ തുടങ്ങുക. ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർ, പഠിച്ചിട്ടുള്ളവർ വീണ്ടും റിവിഷൻ ചെയ്യുക കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുകയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോഴുമൊക്കെ മനസ്സിലൊന്ന് നമ്മുടെ SSLC പരീക്ഷയാണ്, നമ്മൾ പഠിച്ച ആൻസറോ ടോപ്പിക്കോ ഒക്കെ ഒന്ന് ഓർക്കുക. അപ്പം നമുക്ക് മറതി വരും. ഓടി ചെന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പം അതെടുത്ത് വെച്ച് എഴുതി പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.